അതുകൊണ്ട് നമുക്ക് ഇതും കൂടെ നോക്കാം. ഇതപ്പോ ഇങ്ങനെ ഓ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് സുഹൃത്തുക്കളെ, ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. നമ്മൾ എവിടെ നിന്നാ തുടങ്ങാം? നമ്മൾ ഇവിടെ തുടങ്ങാം. ഓക്കെ, ഇത് ബോഡി ബട്ടർ, ബാത്ത് ആൻഡ് ബോഡി വർക്സിന്റെ ഞാൻ പറയാം ജാപ്പനീസ് ചെറി ബ്ലോസം ബോഡി ബട്ടർ. എന്താണ് റോൾ ഓൺ. ഇത് കൗതുകത്തിനുള്ളതാണ്, വല്ലപ്പോഴെങ്കിലും ഉപയോഗിക്കും. കൂടുതലും പെർഫ്യൂം ആണ്, കാരണം ഇത് പക്ഷെ ഊരി ഇങ്ങനെ റോൾ ചെയ്ത് വലിയ പാടാണ്, വലിയ ബുദ്ധിമുട്ടാണ്. ഇത് പിന്നെ ഈ ലിപ്സ്റ്റിക് എങ്ങനെ വഴിതെറ്റി വീണതാണോ? ഇതിന്റെ ഉള്ളിൽ വരുന്ന സാധനം, അതിന്റെ ഉള്ളിൽ വരുന്ന സാധനമാണ്. ഇതാണ് ഞാൻ കൂടുതലും ബ്ലഷ് ആയിട്ട് ഇടാറ്. ഈ ലിപ്സ്റ്റിക് അല്ലേ, ബോബി ബ്രൗൺ. ബോബി ബ്രൗൺ കേട്ടല്ലോ. പിന്നെ ഇതിന്റെ ഉള്ളിൽ അതിന്റെ പെർഫ്യൂം, ഈ ഇതിന്റെ പെർഫ്യൂം ഇത് എന്റെ കയ്യിലുണ്ട്, ഇതേ പെർഫ്യൂം. പിന്നെ ബ്രഷ്. ഓ ബ്രഷിന് അങ്ങനെ കവറൊക്കെ ഉണ്ടോ? ഇതൊക്കെ നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ചേക്കുന്നത്. പിന്നെ ഇതെന്റെ ഫേസ് വാഷ്, മാമാഅർത്തിന്റെ മറ്റേ. ഇതെനിക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, എന്റെ മുഖത്ത് മാത്രമേ ഒഴിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് വീണ്ടും അങ്ങനെ തന്നെ വാങ്ങിച്ചേക്കുന്നത്. ഞാൻ മാത്രം ഉപയോഗിച്ചാൽ മതി. അതെ, അക്വാ ഗ്ലോ ഫേസ് വാഷ്. ഇങ്ങനെ ഒരു സാധനം ഉള്ളതുകൊണ്ട് എല്ലാവർക്കും കൊടുക്കൂല. ഇല്ല, അത് എന്റെ മുഖത്ത് മാത്രം. അതുകൊണ്ട് വിലയും കൂടുതലാണ്. ഓക്കെ, പിന്നെ ഇതിന്റെ ബോഡി കഴിയാനേ ബോഡി വാഷ്, ബാത്ത് ആൻഡ് ബോഡി, അതിന്റെ സെയിം തന്നെ. മൊത്തം ഒരു ചെറിയ ബ്ലോസത്തിന്റെ കുട്ടിയാണല്ലേ. ലിപ്സ്റ്റിക് അല്ല, നമ്മുടെ പെർഫ്യൂം, ബോഡി ബട്ടർ, ഷവർ ജെൽ, നമ്മൾ വേറെ എന്തോ എടുത്തായിരുന്നല്ലോ ഇടയ്ക്ക്, വേറൊരു പെർഫ്യൂം, എല്ലാം തന്നെ. പിന്നെ സാനിറ്ററി പാഡ്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എവിടെ പോയാലും കൊണ്ടു നടക്കുന്ന, അതെ, റെഡി ടു യൂസ് ആയിട്ടുള്ള സാധനങ്ങൾ. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ ശ്രേയയുടെ ഒരു ബ്യൂട്ടി കോസ്മെറ്റിക് സാധനങ്ങൾ എന്ന് പറയുന്നത് അല്ലേ? ഇത് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം നാച്ചുറൽ സൗന്ദര്യം. നാച്ചുറൽ സ്റ്റാർ ശ്രേയ ചെയ്ത് ഇവരെല്ലാരും കണ്ടല്ലോ അല്ലേ? ശരി, ഐലൈനറും ബ്ലഷും ലിപ്സ്റ്റിക്കും ഇല്ലാണ്ട് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. ഇതെവിടെന്നാ വാങ്ങിച്ചേ? ഇത് ഞാൻ എനിക്കൊന്ന് വെസൈഡാണ്. ഇത് അയ്യോ, ഇതിന്റെ കളറും ഒരു ഫ്ലൂറസെന്റ്. അതാ ഞാൻ പറയാൻ വന്നേ, ഇതല്ലായിരുന്നു ഇതിന്റെ കളർ. അല്ല, എന്റെ ഫോണിന്റെ കളർ കാണിച്ചെന്നില്ലേ, അതായിരുന്നു ഇതിന്റെ കളർ. അപ്പൊ ഞാൻ വാഷ് ചെയ്ത് കളറിലേക്ക് എത്തിച്ചത്. അത് ഇത് വേറെയാണ്. എന്താ ചെയ്യാ, ഇത് വേറെ കേസാണ്. ഓ അങ്ങനെ. മറ്റേ ഫ്ലൂറസെന്റ് വീട്ടിലുണ്ട്, അത് ഞാൻ വാഷ് ചെയ്തിട്ട് ഈ സാധനങ്ങളൊക്കെ ഈ അടുത്തൊന്ന് ബ്രഷും കാര്യങ്ങളൊക്കെ കഴുകി അതിന്റെ പൗച്ച് വാഷ് ചെയ്തിട്ടിരിക്കുക. അതുകൊണ്ട് ഭാഗ്യമില്ലാതെ പോയി സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അത് കാണാനും. അങ്ങനത്തെ ഇതിന് കളറിനൊട്ട് വ്യത്യാസം, ഇതിന് പല പല കളേഴ്സ്, അതിലൊരു സോളിഡ് കളർ മാത്രം, പക്ഷെ അതിങ്ങനെ എടുത്തു നിൽക്കുമല്ലേ. ഓക്കെ, ഡൺ. അപ്പൊ നമുക്ക് ഇതെല്ലാം തിരിച്ചു കയറ്റാം. ഒരു ബാഗിനകത്ത്, ഈ ലേഡീസ് ബാഗിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ കയറുമെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായില്ലേ? ഇത്രയും കാണുമ്പോ തന്നെ ബാക്കിയുള്ളവരൊക്കെ ഞെട്ടും, ഇതൊക്കെ എങ്ങനെ ഇതിനകത്ത് കൊണ്ടു നടക്കുന്നത്. ഇതേപോലെ വേറൊരു പൗച്ചും കൂടി ഉണ്ട്. ആണോ? ഇനിയും അത് പക്ഷെ എന്റെ മറ്റേ ബോഡി മോയ്സ്ചറൈസർ. ഓ, അങ്ങനെയുള്ളൊരു പൗച്ച് കൂടെ ഉണ്ടോ? അതവിടെ അതവിടെ വാഷ്റൂമിനുള്ളിലുണ്ട്. ആണോ? പോയി എടുത്തോണ്ടോന്നാലോ? ഓ, എടുത്തോണ്ടല്ലോ. ഓക്കെ, ഡൺ. അതുകൂടെ കൊണ്ടുവരാമോ? ഒരു വഴിക്ക് പോകുമ്പോ നമ്മളെല്ലാം പരതിയിട്ട് പോകണം എന്നുള്ളതാണ്.